സമൃദ്ധിയുടെയും മാതൃസ്നേഹത്തിൻ്റെയും ലോകത്ത് നിന്ന് നാം ഇപ്പോൾ കടക്കുന്നത് അധികാരത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ക്രമത്തിൻ്റെയും ലോകത്തിലേക്കാണ്. 4-ാം നമ്പർ കാർഡായ ദ എംപ്രസ് പ്രകൃതിയെയും വികാരങ്ങളെയും പ്രതിനിധീകരിക്കുമ്പോൾ ദ എംപറർ ബുദ്ധിയെയും നിയമങ്ങളെയും ലോജിക് ആൻഡ് ലോസ് പ്രതിനിധീകരിക്കുന്നു. ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവിനെ പോലെ തൻ്റെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഊർജമാണിത്. ദ എംപറർ. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. കല്ലുകൊണ്ടുള്ള സിംഹാസനം, സ്റ്റോൺ ട്രോൺ. അവൻ്റെ സിംഹാസനം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് കർക്കശത്തെയും റിജിഡിറ്റി, മാറ്റമില്ലാത്ത തീരുമാനങ്ങളെയും സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു. വികാരങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. 4 ആട്ടുകൊറ്റൻ തലകൾ, 4 റാം ഹെഡ്സ്. സിംഹാസനത്തിൻ്റെ വശങ്ങളിലുള്ള ആട്ടുകൊറ്റൻ തലകൾ മേടം, ഏരീസ് രാശിയെ സൂചിപ്പിക്കുന്നു. ഇത് ചൊവ്വയുടെ മാർസ് ഊർജത്തെയും യുദ്ധവീര്യത്തെയും നേതൃപാടവത്തെയും കാണിക്കുന്നു. അങ്ക് ചിഹ്നം. അവൻ്റെ വലതു കൈയിലുള്ള അങ്ക് ചിഹ്നം ഇതൊരു ഈജിപ്ഷ്യൻ പ്രതീകമാണ്. ജീവൻ്റെ താക്കോലാണ്. ഇത് അധികാരത്തെയും നിത്യജീവനെയുമുള്ള അവൻ്റെ അവകാശത്തെ സൂചിപ്പിക്കുന്നു. ഭൂഗോളം, ഓർബ്. ഇടതു കൈയിലുള്ള ഗോളം ലോകത്തിനു മേലുള്ള അവൻ്റെ ആധിപത്യത്തെയും ഉത്തരവാദിത്തത്തെയും കാണിക്കുന്നു. കവചം, ആർമർ. വസ്ത്രത്തിന് ഉള്ളിലായി അവൻ കവചം ധരിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന മനസ്സിനെയും തനിക്ക് ചുറ്റും അവൻ തീർത്തിരിക്കുന്ന സുരക്ഷാ മതിലിനെയും സൂചിപ്പിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. ചുവപ്പ്, റെഡ്. അധികാരത്തിൻ്റെ പശ്ചാത്തലത്തിലും വസ്ത്രത്തിലും ചുവപ്പ് നിറം നിറഞ്ഞു നിൽക്കുന്നു. ഇത് തീവ്രമായ ആവേശത്തെയും പാഷൻ, ശക്തിയെയും പവർ, ചൊവ്വയുടെ പ്രഭാവത്തെയും സൂചിപ്പിക്കുന്നു. നീല, ബ്ലൂ. കവചത്തിന് താഴെയുള്ള നീല നിറം അവൻ്റെ ഉള്ളിലെ അറിവിനെയും സമാധാനത്തെയും കാണിക്കുന്നു. മലനിരകൾ, ബാരൻ മൗണ്ടൈൻസ്. പിന്നിലെ വരണ്ട മലനിരകൾ കഠിനമായ അച്ചടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാത്ത നിയമങ്ങളെയും സൂചിപ്പിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. ഇത് അച്ചടക്കത്തിൻ്റെയും ചിട്ടയുടെയും സമയമാണ്. ജോലിയിലോ ബിസിനസ്സിലോ ഒരു ലീഡറായി ഉയരാൻ ഈ കാർഡ് പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും ജീവിതത്തിലും കൃത്യമായി പ്ലാനിംഗ് വേണം. ആത്മീയ തലം. ആത്മീയ പാതയിൽ പുരോഗതി വേണമെങ്കിൽ വെറും ഭക്തി മാത്രം പോരാ, കൃത്യമായ സാധനയും ഡിസിപ്ലിൻ, ചിട്ടയും വേണം. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഘട്ടമാണിത്. 4. ഗുരുസ് വിസ്ഡം. ഗുരുവിൻ്റെ ഉപദേശം. പ്രിയ ശിഷ്യ, ദ എംപറർ നിനക്ക് നൽകുന്ന വലിയ പാഠം സ്വയം നിയന്ത്രണം, സെൽഫ് മാസ്റ്ററി എന്നതാണ്. ലോകത്തെ കീഴടക്കുന്നതിന് മുൻപ് സ്വന്തം മനസ്സിനെ കീഴടക്കുക. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. ചിട്ടയായ ജീവിതം. ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കൃത്യമായ സമയം പാലിക്കുക. ജീവിതത്തിൽ ഒരു ഓർഡർ കൊണ്ടുവരിക. അരാജകത്വത്തിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാനാവില്ല. 2. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നീ തന്നെ ഏറ്റെടുക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. 3. യുക്തിപൂർവം ചിന്തിക്കുക. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുക. സത്യസന്ധതയും നീതിയും നിന്റെ ആയുധങ്ങളാകട്ടെ. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. ചിത്രത്തിലെ മലനിരകൾ വരണ്ടതാണെങ്കിലും അവയ്ക്ക് താഴെ ഒരു ചെറിയ നീർച്ചാൽ റിവർ ഒഴുകുന്നത് കാണാം. ഇതിനർത്ഥം എത്ര കഠിനമായ നിയമങ്ങൾക്കിടയിലും വികാരങ്ങളുടെയും ജീവൻ്റെയും ഒരു അംശം അവിടെ ബാക്കിയുണ്ട് എന്നാണ്. അധികാരം ഉപയോഗിക്കുമ്പോൾ ഉള്ളിൽ കരുണയുടെ ആ ചെറിയ നീർച്ചാൽ വറ്റാതെ നോക്കണം.